നിലവിൽ ഇന്ന് രാവിലെ മുതൽ വന്നിട്ടുള്ള നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അൻവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സമ്മർദ്ദ തന്ത്രത്തെ ഇഗ്നോർ ചെയ്യുക, അവഗണിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഫലമായിട്ട് അൻവറിനെ UDFന്റെ മുന്നണിയിലെടുക്കുകയോ അല്ലെങ്കിൽ അൻവറിന്റെ ഡിമാൻഡിനെ അംഗീകരിക്കുകയോ ചെയ്യേണ്ടതില്ല എന്നൊരു നിലപാട് കോൺഗ്രസിന് മാത്രമല്ല UDF നേതൃത്വത്തിന് പൊതുവേ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറിൻ്റെതാണെങ്കിലും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടേതാണെങ്കിലും പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നു. അൻവറിനെ എല്ലാവരും കേൾക്കുന്നുണ്ട്, അൻവർ പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലുള്ള ഉറപ്പും അൻവറിന് ഇനിയും ലഭിച്ചിട്ടില്ല. അൻവർ അതിൽ നിരാശനാണ്, ക്ഷുഭിതനാണ് എന്നാണ് ഇപ്പോൾ പിന്നീട് നടന്നിട്ടുള്ള സമവായ ചർച്ചകൾ. ഇപ്പോൾ കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറുമായി നടത്തിയിട്ടുള്ള ചർച്ചകളിലെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് അതാണ്. അത്തരത്തിലൊരു വഴങ്ങലിന് UDFോ കോൺഗ്രസോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എത്ര വരെ പോകട്ടെ എന്നൊരു കാത്തിരുന്ന് കാണാവുന്ന ഒരു ലൈനാണ് ഇപ്പോൾ കോൺഗ്രസിനും UDF നേതൃത്വത്തിനും ഉള്ളത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു ഡിമാൻഡ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് UDFനും കോൺഗ്രസിനും വിനയായി മാറും എന്നൊരു നിഗമനമാണ് UDF നേതൃത്വത്തിനുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ UDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കാൻ പോവുകയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും അതുപോലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും അല്പസമയത്തിനകം തന്നെ എത്തും. സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിന് തന്നെ തുടങ്ങും എന്നറിയാം. എന്തായാലും ഇതിനിടയിലെല്ലാം തന്നെ അൻവറിനെ മറ്റൊരു രീതിയിൽ അൻവറുമായ ആശയവിനിമയം തുടരുന്നുണ്ട് UDF നേതൃത്വം നമ്മൾ മനസ്സിലാക്കണം. DC പ്രസിഡന്റ് പ്രവീൺ കുമാറും ഇന്നലെ മുൻ KPCC അധ്യക്ഷൻ K സുധാകരനും അൻവറുമായി സംസാരിച്ചു എന്നുള്ളത് അവർ സ്ഥിരീകരിച്ചൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ പൂർണ്ണമായും തള്ളിക്കളയുകയല്ല, ഒരു കമ്മ്യൂണിക്കേഷന്റെ വാതിൽ തുറന്നിരുന്നു. എന്നാൽ ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും വഴങ്ങേണ്ടതില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ അൻവറിന്റെ കാര്യത്തിൽ ഉള്ളത്. ഇപ്പോൾ എന്നോടൊപ്പം അസ്ലം കൂടി ചേരുന്നു. അസ്ലം, അൻവർ ഇനിയും കാത്തിരിക്കേണ്ടി വരും? ഇനി കാത്തിരിക്കേണ്ടി വരും എന്ന് തന്നെ പറയുന്നത്. 2 ദിവസമാണ് അൻവർ UDFന് കൊടുത്തിരിക്കുന്ന സമയം. UDF നേതാക്കളെ സംബന്ധിച്ചോളം നേരത്തെ ഉണ്ടാക്കിയ ഒരു ഡീലുണ്ട്. അതായത് UDFനുമായി സഹകരിക്കുന്ന ഒരു പാർട്ടിയാക്കി മാറ്റുക, അടുത്ത ദിവസം തന്നെ അൻവറിന് ഒരു സീറ്റ് നൽകുക, അതോടൊപ്പം തന്നെ മറ്റ് അവരുടെ ഡിമാൻഡ് അത് ചർച്ച ചെയ്യാം എന്ന രീതിയിലാണ് ഒരു ഡീൽ ഉണ്ടാക്കി വെച്ചത്. ആ ഡീലിനപ്പുറത്തേക്ക് ഒരു തരത്തിലും പോകേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് വന്നു. മാത്രമല്ല കോൺഗ്രസ് ഒരു പക്ഷേ K സുധാകരൻ KPCC പ്രസിഡന്റ് നമ്മൾ കുറെ കൂടി ഫ്ലെക്സിബിളായി അൻവറിനോട് ഒരു ഇടപാട് നടത്തിയിരുന്നു. അതേസമയം പുതിയ പ്രസിഡന്റ് പറയുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി കളയുന്ന രീതിയിലുള്ള വർത്തമാനം നടത്തിയ ഒരാളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും? അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും വേണ്ട, വിട്ടുവീഴ്ചയും വേണ്ടതില്ല. UDF നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച കാര്യത്തിൽ അൻവർ വരികയാണെങ്കിൽ അൻവർ വരാം, അല്ലെങ്കിൽ അൻവറിൻ്റെതായ വഴിക്ക് പോകട്ടെ എന്ന രീതിയിൽ ഒരു കടുത്ത നിലപാട് കോൺഗ്രസ് എടുത്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ നമുക്ക് എന്നത്തേക്ക് UDF പ്രവേശനം സാധ്യമാക്കാമെന്നൊരു ഇതാണ് കോൺഗ്രസിനോട്. അതായത് UDF പ്രവേശനം, മുന്നണി പ്രവേശനം എന്നുള്ളത് അവർ അജണ്ടയിൽ ഇല്ല, അവർ തീരുമാനിച്ചിട്ടില്ല. അതേസമയം UDFുമായിട്ടുള്ള സഹകരിക്കുന്ന ഒരു പാർട്ടിയായി അൻവറിനെ പ്രഖ്യാപിക്കുക, അവർക്കുള്ള സീറ്റ് ഉൾപ്പെടെയുള്ള അത് വേണമെങ്കിൽ പബ്ലിക്കായിട്ട് തന്നെ ഒരു UDFന്റെ അനൗൺസ്മെന്റ് ആയിട്ട് തന്നെ പോകാം. പക്ഷെ അതിൽ ഡീലായാൽ മാത്രമേ അങ്ങനെ ചെയ്യത്തുള്ളൂ. അങ്ങനെ അത് വേണമെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ തന്നെയും നടത്താൻ അവർ തയ്യാറാണ്. കാരണം പ്രത്യേകിച്ച് ഈ ഒരു ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിലൊക്കെ ആ കാര്യം വ്യക്തമാക്കിയതാണ്, നേതാക്കൾ വ്യക്തമാക്കിയതാണ്, അവരുടെ മധ്യസ്ഥ ചർച്ച നടത്തിയ ആൾക്കാർ വ്യക്തമാക്കിയതാണ്. അതിനപ്പുറത്തേക്ക് ഒരു പ്രവേശനം എന്ന രീതിയിൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താണ് അൻവറിന്റെ കാര്യം, അൻവർ തീരുമാനിക്കുന്ന കാര്യത്തിലേക്ക് പോവുകയാണ്. ഇടയ്ക്ക് ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ K പ്രവീൺ കുമാർ കോഴിക്കോട് DC പ്രസിഡന്റ് വരുന്നു, K സുധാകരൻ ഇന്നലെ കണ്ടു, PK കുഞ്ഞാലിക്കുട്ടി ഇദ്ദേഹം പോയി കാണുന്നു. പക്ഷേ ഇതിലൊന്നും തന്നെയും ഈ ഒരു നിലപാടിനപ്പുറത്തേക്ക് പോകാൻ കോൺഗ്രസോ UDFോ തയ്യാറാകില്ല എന്നാണ് നമുക്ക് ഇതുവരെ ലഭിക്കുന്നില്ല വിജയം. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയ PV അൻവറിനെ UDFന്റെ ഭാഗമാക്കി മുന്നോട്ട് പോകുമ്പോൾ ഏത് ഘട്ടത്തിലും ഈ അസ്വസ്ഥത ഉണ്ടാകാം. അത് UDF ഇത് സംബന്ധിച്ചുള്ള UDF പ്രവേശന ചർച്ചകൾ നടക്കുമ്പോൾ ആദ്യം UDF നേതാക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. CPMനെ പോലെ വളരെ കെട്ടുറപ്പുള്ള ഒരു പാർട്ടി നയിക്കുന്ന LDF എന്ന് പറയുന്ന മുന്നണിയെ പിണറായി വിജയൻ എന്ന് പറയുന്ന കരുത്തനായ നേതാവിനെ എതിരെ കൃത്യമായി പരസ്യമായി പ്രസ്താവനമായി രംഗത്ത് പറഞ്ഞ ഒരാൾ, അവരെ അസ്വസ്ഥപ്പെടുത്തിയ ഒരാൾ UDFനെ പോലെ ഫ്ലെക്സിബിളായ ഒരു സംവിധാനത്തിൽ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ പലതവണ ആലോചിച്ച ശേഷം മാത്രമേ അൻവറിനെ മുന്നണിയിലെടുക്കാവൂ എന്ന് അവർ ആദ്യഘട്ടത്തിൽ നമ്മൾ സ്വകാര്യമായിട്ട് പറഞ്ഞിരുന്നു. ഇപ്പോൾ അവരോട് നമ്മൾ അന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു അൺപ്രഡിക്റ്റബിൾ ആണ്, അപ്രതീക്ഷിതമാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ. അതുകൊണ്ട് തന്നെ എങ്ങനെ മുന്നണി കൊണ്ടുപോകും എന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ തീരുമാനം മാറ്റാതെ അവർ അതേ തീരുമാനം ഷോക്ക് എത്തുമ്പോൾ അവർ പറഞ്ഞ കാര്യം ഒരു തരത്തിലുള്ള വിലപേശൽ, പരസ്യമായ വിലപേശൽ അതിൽ നിന്ന് കൊടുക്കേണ്ടതില്ല. ഇപ്പോൾ ഈ അൻവർ ഉടക്കി പിരിഞ്ഞൊരു സ്വതന്ത്രനായി മത്സരിക്കുകയാണെന്ന് തന്നെ കരുതുക, അത് എത്രമാത്രം ഡാമേജ് ഉണ്ടാക്കുന്ന അസസ്മെന്റ് UDFിനുണ്ട്? അതായത് അൻവർ ഉണ്ടെങ്കിൽ അവർക്ക് ഗുണകരമായ കാര്യമാണ്. LDFിനെതിരായ മുഴുവൻ വികാരങ്ങളും ഒരുമിച്ചാക്കാൻ പറ്റും. പക്ഷെ അൻവർ മാറി നിൽക്കുമ്പോൾ ഒരു പരിക്കുണ്ടാവും. അത് അൻവർ പിടിക്കുന്ന വോട്ടിന്റെ പരിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ.
പക്ഷേ വിജയ സാധ്യതയില്ലാത്ത അൻവറിന് എത്രത്തോളം വോട്ട് കിട്ടും, ഒരു 5000 വോട്ടൊക്കെ പിടിച്ചേക്കാം, അതിനപ്പുറത്തേക്ക് ഒരു വലിയ പരിക്കുണ്ടാക്കില്ല എന്നാണ് അവർ കരുതുന്നത്. പക്ഷേ അൻവർ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്, കുറെ കൂടി ആവേശത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയും. പക്ഷേ ഈ ഒരു വിലവേശൽ ശേഷിയുമായി അൻവറെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് കൂടുതൽ പരിക്കുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അൻവറിന് ഒന്നുകിൽ UDF വെച്ച നിബന്ധനകളിലേക്ക് UDF-ലേക്ക് വരാം, അല്ലെങ്കിൽ അൻവർ വഴിക്ക് പോകും. അങ്ങനെയാണ് അൻവർ മൈനസ് UDF ജയിക്കുമെന്ന് UDF കരുതുന്നു. ആ UDF-ന് ചെറിയ പരിക്കുകൾ ഉണ്ടാണെങ്കിൽ ഉദ്ദേശിച്ച ഭൂരിപക്ഷത്തിലേക്ക് ഒരു 15,000-ന് മുകളിൽ ഭൂരിപക്ഷമാണ് ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പോകാൻ, ആ ഒരു ലെവലിലേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും വിജയിക്കാൻ കഴിയുന്ന ഒരു പ്രതീക്ഷയുണ്ട്. കാരണം അൻവറിനോട് ഉള്ള അൻവർ ഉയർത്തിയ പ്രശ്നം എന്ന് പറയുന്നത് സർക്കാരിനെതിരാണ്, പോലീസ് നിലപാടിനെതിരാണ്, സർക്കാരിന്റെ പല നയങ്ങൾക്കെതിരാണ്, മലപ്പുറവുമായി ബന്ധപ്പെട്ടും മറ്റൊക്കെ പല നയങ്ങൾക്കെതിരാണ്. വന്യജീവി ആ നയങ്ങൾ UDF-നൊപ്പം ഉണ്ടല്ലേ, ആ നയങ്ങൾക്കൊപ്പം UDF ഉണ്ട്. അതിനുവേണ്ടി അതിനുവേണ്ടിയുള്ള വോട്ട്, വിജയിക്കുന്ന വോട്ട് UDF-ലേക്ക് വരും. അൻവർ എന്നൊരു ഇതിനു വേണ്ടി മാത്രം അൻവർ ഇറങ്ങുമ്പോൾ എത്രത്തോളം കൂടുതൽ ആൾക്കാരുണ്ടാവും അൻവറിനെ വോട്ട് ചെയ്യും, അൻവർ എന്ന ഉയർത്തിയ കോസിനൊപ്പം നിൽക്കുന്നവർ എത്രത്തോളം ആ സമയത്ത് വോട്ട് ചെയ്യും. കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വിജയിക്കുക CPM ആണെങ്കിൽ അൻവറിന്റെ കോസ് തന്നെ പരാജയപ്പെടുന്നുള്ളത് കൊണ്ട് തന്നെ അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ വലിയ പ്രകടനം ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് UDF-ന്റെ ഇതുവരെയുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് UDF അൻവർ പോയാൽ അവർ പ്രത്യേകിച്ച് വലിയൊരു സാഹചര്യം വരാൻ പോലും അങ്ങനെ പോവും. അതിനെ മറികടക്കാൻ കഴിയുന്നുള്ള മറ്റ് വഴികൾ അവർ രാഷ്ട്രീയപരമായ പ്രചരണം നടത്തുകയും ചെയ്യും. മാത്രമല്ല അൻവർ എന്ന് പറയുന്ന ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാളാണ്, ഓരോ സമയത്തും ഓരോന്ന് പറയുന്ന ഒരാളാണെന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അൻവറിന് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകൾ കൂടി അല്ലെങ്കിൽ മറികടക്കാൻ അവർ ശ്രമിക്കും എന്നുള്ളതാണ്. ഇതാണ് അസ്ലം ഇപ്പോൾ വിശദീകരിച്ചതാണ് UDF-നെ സംബന്ധിച്ച് ഇപ്പോൾ അവർ എത്തിച്ചേർന്നിട്ടുള്ള ഒരു നിലപാട്. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അവർ. ഇനി മറ്റൊരു കാര്യം LDF-നെ സംബന്ധിച്ചാണ്. LDF ആകട്ടെ അവരുടെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്, ഔപചാരികമായി തന്നെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. അവരുടെ മുമ്പിൽ ചില പേരുകളുണ്ട്. ആ പേരുകൾക്ക് പലതരത്തിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, BJP സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ BDJS-ന്റെ സ്ഥാനാർത്ഥിയായിരിക്കും വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ LDF-ന്റെ സ്ഥാനാർത്ഥിയുടെ ഒരു സ്വഭാവം എന്തായിരിക്കണം? ഹരിയാണ ഷൗക്കത്തിനെതിരെ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നൊരു പൊതുവാദം LDF-നകത്തുണ്ട്, CPM-നകത്തുണ്ട്. അപ്പോൾ ആർക്കൊക്കെ സാധ്യതകളുണ്ട് എന്നുകൂടി പരിശോധിക്കേണ്ടതാണ്. അസ്ലം, LDF-ന്റെ സ്ഥാനാർത്ഥി ചർച്ച ഔപചാരികമായി തുടങ്ങിക്കഴിഞ്ഞു. സ്വരാജ് വരുമോ എന്നൊരു ആശങ്ക പലരിലും ഉണ്ട്. എന്ത് തോന്നുന്നു? സ്വരാജും ശരിക്കും നമ്മളെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ റൈറ്റ്. ഇപ്പോൾ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് വരികയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. UDF-ന്റെ നേതൃയോഗത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നിരിക്കുകയാണ്. നേതൃയോഗത്തിന് ശേഷമായിരിക്കും അവർ മാധ്യമങ്ങളെ കാണുക. എന്തായാലും ഇവിടെ നടക്കുന്നത് നേതൃയോഗമാണ്. അതായത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെയും നേതാക്കൾ, മണ്ഡലം തലത്തിലുള്ള നേതാക്കൾ, ജില്ലാ തലത്തിലുള്ള നേതാക്കൾ, ഇവിടെയുള്ള സംസ്ഥാന നേതാക്കൾ എന്നിവരുമായിട്ടുള്ള ഒരു ചർച്ചയാണ്. അതിൽ പിന്നെ എന്തൊക്കെയാണ് ഈ ഒരു ഇലക്ഷനിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ഒരു പ്രാഥമികമായ ഒരു തന്ത്ര രൂപീകരണവും അവരെക്കുറിച്ചുള്ള ഒരു വർക്ക് ഡിവിഷനുമാണ് നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശാല തരത്തിലുള്ള UDF കൺവെൻഷൻ വരുന്ന ദിവസങ്ങളിലായിരിക്കും. ഇപ്പോൾ ഇവിടെ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അടക്കം UDF കൺവെൻഷനോട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കൺവെൻഷൻ മുന്നോടിയായിട്ടുള്ള ഒരു പ്രാഥമിക തല ചർച്ച നടത്തുന്നതിന് വേണ്ടി, നേതൃയോഗത്തിന് വേണ്ടി അവർ മുകളിലേക്ക് പോയിട്ടുണ്ട്. ആ നേതൃയോഗത്തിന് ശേഷം അവർ മടങ്ങുമെന്ന് മാധ്യമങ്ങളെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അൻവർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എന്താണ് UDF-ന്റെ നിലപാടെന്ന് കുറെ കൂടി വ്യക്തതയാർന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നേതാക്കളുടെ ഭാഗത്തും ഉണ്ടാകും എന്നാണ് കരുതുന്നത്. അസ്ലമിലേക്ക് വീണ്ടും. അസ്ലം, ഈ നേതൃയോഗത്തിന്റെ ഉദ്ദേശം എന്താണ്? അതായത് ഇതിന്റെ പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. അതായത് സംസ്ഥാനമായിരിക്കും ഉപതെരഞ്ഞെടുപ്പ്, മണ്ഡല തെരഞ്ഞെടുപ്പാണെങ്കിലും സംസ്ഥാനമായിരിക്കും നേതാക്കളായിരിക്കും നിയന്ത്രിക്കുക. അതുകൊണ്ട് തന്നെ UDF-ന്റെ നേതാക്കൾ വന്നുകൊണ്ട് ഇവിടുത്തെ നേതൃത്വത്തിലുള്ള നേതാക്കൾ, അതായത് മണ്ഡല തലത്തിലുള്ള നേതാക്കൾ, മലപ്പുറം ജില്ലയിലുള്ള സംസ്ഥാന ഭാരവാഹികൾ, കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ ലീഗ് ഉൾപ്പെടെയുള്ള മറ്റ് ഘടകകക്ഷികളുടെയും അങ്ങനെ നേതാക്കളുമായി ഇരുന്നുകൊണ്ട് ഒരുപക്ഷെ ഇലക്ഷന്റെ ആദ്യഘട്ട ഇലക്ഷൻ കമ്മിറ്റി രൂപീകരണം ഉൾപ്പെടെയുള്ള കൺവെൻഷൻ ഉൾപ്പെടെ ആദ്യഘട്ട കാര്യങ്ങൾക്കുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക, ആർക്കായിരിക്കും ചുമതല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ നേതൃയോഗം മാത്രമാണ് വിശാലമായ അർത്ഥത്തിൽ കൺവെൻഷൻ പിന്നീടായിരിക്കും ചേരുക. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കിക്ക് ഓഫ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്യുക, അതിന്റെ പ്രവർത്തനത്തിന്റെ ഒരു വർക്ക് ഫോം, ആരൊക്കെയായിരിക്കും ഏതൊക്കെ മേഖലകൾ നോക്കേണ്ടി വരുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രാഥമികമായ ഒരു വർക്കായിരിക്കും ഇവിടെ നടത്തുക. അതിനനുസരിച്ചായിരിക്കും മറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കുക. അതോടൊപ്പം തന്നെ
UDF കൺവെൻഷൻ ഉൾപ്പെടെ തീയതികളിൽ പക്ഷേ തീരുമാനിക്കാൻ സാധ്യതയുണ്ട്. കാരണം 1-ാം തീയതി ജൂൺ 1-ാം തീയതി LDFന്റെ കൺവെൻഷൻ പ്രഖ്യാപിച്ചു. LDFന്റെ സ്ഥാനാർത്ഥി ആയിട്ടില്ലെങ്കിൽ പോലും ജൂൺ 1-ാം തീയതി കൺവെൻഷൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു പ്രഖ്യാപിച്ചു. അതിന് പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കൺവെൻഷനൊക്കെ മണ്ഡലം കൺവെൻഷനൊക്കെ സാധാരണഗതിയിൽ CPM സംസ്ഥാന സെക്രട്ടറിയാണ് ഉദ്ഘാടനം ചെയ്യുക. അതേസമയം ഇതിനെ CPM എത്രത്തോളം ഗൗരവത്തിലെടുക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് മാത്രമല്ല അതിന് തീയതിയും വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഒരുക്കത്തിലാണ് CPM. നമുക്ക് ആ CPMന്റെ ഒരു സ്ഥാനാർത്ഥി ചർച്ചകളിലൂടെ കൂടെ പോവുകയാണെങ്കിൽ ശരിക്കും ഇന്ന് അതിൻ്റെ പ്രാഥമിക യോഗം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ മണ്ഡലത്തിലും അല്ലെങ്കിൽ പ്രാദേശിക തലത്തിലുള്ള ഒരു വികാരം, അതോടൊപ്പം തന്നെ അവരുടെ ആരൊക്കെയാണ് സാധ്യതയുള്ളത്, അതിൻ്റെ എന്താണ് അവർ ഓരോരുത്തരുടെയും അനുകൂലവും പ്രതികൂലവും ആയി കാണുന്ന സാധ്യതകൾ